ബോധിവൃക്ഷത്തിന്റെ ഉപദേശം കേട്ട ശേഷം താരോ മനസ്സുകളുടെ തോട്ടത്തിൽ നിന്ന് നീങ്ങി. അവന്റെ അടുത്ത ദൗത്യം ആത്മവിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു രാജ്യത്തേക്ക് പോകുക. ഇത് സാധാരണ രാജ്യമല്ല, ഇത് വേദനയും സംശയവും മൂടിയ സ്ഥലം. കണ്ണാടിമലയുടെ പ്രവേശനം. ആ രാജ്യത്തേക്കുള്ള പ്രവേശനം കണ്ണാടിമലകളിലാണ്. അവിടുത്തെ ഓരോ കല്ലും ചെറുതായി വെളിച്ചം പ്രതിഫലിപ്പിക്കും. താരോ അതിലൂടെ നടന്നു. എന്നാൽ അപ്രതീക്ഷിതമായി കണ്ണാടികളുടെ മലകൾ അവന്റെ മുന്നിൽ രൂപങ്ങൾ മാറ്റി. ഒന്നിലെ പ്രതിഫലനം പറഞ്ഞു, നീ ആരെയും മാറ്റാനാകുമെന്ന് നീ കരുതുന്നുവോ? മറ്റൊന്നു പറഞ്ഞു, നീ ഇപ്പോഴും പഴയ പേടിയുള്ള കുഞ്ഞാണ്. അവൻ കേട്ടതൊക്കെ അവന്റെ പഴയ ഭയം. താരോ നിശ്ശബ്ദമായി കണ്ണടച്ചു. പിന്നെ പറഞ്ഞു, നിങ്ങൾ എന്റെ ഭയങ്ങളുടെ ശബ്ദമാണെന്നെനിക്കറിയാം, പക്ഷെ ഞാൻ മുന്നോട്ടു പോകും. കണ്ണാടിമലകൾ വെളിച്ചത്തെ പാതയാക്കി. നഷ്ടപ്പെട്ട ആത്മവിശ്വാസത്തിന്റെ രാജ്യം. രാജ്യത്തിന്റെ അകത്ത് മുറിഞ്ഞുമറിഞ്ഞ വീടുകൾ, വിറയുന്ന മരങ്ങൾ, രക്ഷിതാക്കളില്ലാത്ത കോട്ടകവാടം. ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒരു പൊതുവായ പ്രശ്നം: അവർക്ക് ആത്മവിശ്വാസമില്ല. ഒരാൾ പറഞ്ഞു കേൾപ്പിക്കാം, എനിക്ക് പഠിക്കാൻ കഴിയില്ല, എനിക്ക് കഴിവില്ല, എന്റെ ജീവിതം അവസാനിച്ചു. ശബ്ദങ്ങൾ എല്ലായിടത്തും. താരോ അവരുടെ അടുത്തേക്ക് പോയി. പക്ഷെ അവരൊക്കെ താഴേക്ക് നോക്കുകയായിരുന്നു. അവൻ വരുന്നത് അവർ പോലും കാണുന്നില്ല. രാജാവിനെ കണ്ടപ്പോൾ താരോ കോട്ടയിലേക്ക് കയറി. അവിടെ രാജാവിരുന്നു, തണുത്ത ഇരുട്ടിൽ. ഒരു കിരീടമുള്ളവനേക്കാൾ ഒരൊറ്റപ്പെട്ട മനുഷ്യനെപ്പോലെയും. രാജാവ് മന്ദമായി പറഞ്ഞു, മകനെ, എല്ലാവരും എന്നോട് പറയുന്നതിതൊന്നാണ്: എനിക്ക് ശരിയായി രാജ്യം നയിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ ഞാനതിൽ വിശ്വസിച്ചു. താരോ മൃദുവായി ചോദിച്ചു, രാജാവേ, നിങ്ങൾ ഒരിക്കൽ എന്തായിരുന്നു സ്വപ്നം? രാജാവിന്റെ കണ്ണിലൊരു തിളക്കം തെളിഞ്ഞു. അവൻ പറഞ്ഞു, എന്റെ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ, ഒരാളും സ്വപ്നം ഉപേക്ഷിക്കാതിരിക്കട്ടെ. താരോ ചിരിച്ചു. ഇതിലെങ്ങുമില്ലാത്തൊരു രാജാവിന്റെ സ്വപ്നം തന്നെയല്ലേ അത്? നിങ്ങളുടെ സ്വപ്നം ഇപ്പോഴും നിങ്ങളിലുണ്ട്, പക്ഷെ അത് മറയുന്നു, സംശയത്തിന്റെ പൊടിയിൽ. താരോ രാജാവിനോട് പറഞ്ഞു, എന്നെ പിന്തുടരൂ. അവനെ ഒരു വെളിച്ചമില്ലാത്ത തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. മരിച്ചുപോകുന്ന ഒരു ചെറിയ മുള. താരോ പറഞ്ഞു, ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം. ഒരു തുള്ളി വിശ്വാസം കൊടുക്കൂ. രാജാവ് വിറച്ചു. എനിക്ക് കഴിയുമോ എന്നറിയില്ല. താരോ ചിരിച്ചു. അവിടെ തന്നെ പ്രശ്നം. അവൻ രാജാവിന്റെ കരി പിടിച്ചു മുളയുടെ മുകളിൽ വെച്ചു. നിങ്ങൾക്ക് കഴിയില്ല എന്ന് വിശ്വസിക്കുന്നത് നിർത്തൂ. ഒന്നു മാത്രം പറഞ്ഞാൽ മതി, ഞാൻ ശ്രമിക്കും. രാജാവ് കണ്ണടച്ച് മന്ദമായി പറഞ്ഞു, ഞാൻ ശ്രമിക്കും. പെട്ടെന്ന് മുള പ്രകാശിച്ചു. തോട്ടം മുഴുവൻ തിളങ്ങി. കോട്ടയിൽ നിന്ന് ഇരുട്ടുമാറി. രാജ്യത്തിന്റെ വീടുകൾ പ്രകാശം വീണ്ടെടുത്തു. ജനങ്ങൾ പുറത്തിറങ്ങി. അവർ അത്ഭുതപ്പെട്ടു. രാജാവ് തിരിച്ചുവന്നു. ഞങ്ങളുടെ രാജ്യത്ത് വെളിച്ചം. രാജാവ് അത്ഭുതത്തോടെ താരോയോട് പറഞ്ഞു, ഒരു ചെറിയ വിശ്വാസം ഇത്ര വലിയ മാറ്റമോ? താരോ ചിരിച്ചു. അതെ, ഒരാൾ വിശ്വസിച്ചാൽ അവൻ മറ്റുള്ളവർക്കും വെളിച്ചമാകും. രാജാവ് മുളയുടെ മുമ്പിൽ മുട്ടുകുത്തി. ഇന്നു മുതൽ ഞാൻ എന്റെ ജനങ്ങളുടെ ആത്മവിശ്വാസം നേടിക്കൊടുക്കും. പാർട്ട് 6. പ്രചോദനമന്ത്രം. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് ലോകം അവസാനിക്കുന്നതല്ല, അതേ യാത്ര തുടങ്ങുന്നതാണ്. ഞാൻ ശ്രമിക്കുമെന്ന ഒരു വാക്ക് ജീവിതം പ്രകാശിപ്പിക്കും. നമ്മൾ വീണാൽ തെറ്റൊന്നുമില്ല, എന്നാൽ നമുക്ക് വീണ്ടും എഴുന്നേൽക്കണം. സ്വപ്നങ്ങൾ വലിയവരുടേതല്ല, വിശ്വസിക്കുന്നവരുടേതാണ്.